ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ കേരളത്തിലേക്കാണ്. അതായത് എൻ്റെ കേരളത്തിൻ്റെ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കേരള സർക്കാരിൻ്റെ 4ാം വർഷത്തോടനുബന്ധിച്ചാണ് ഈ ഒരു എക്സിബിഷൻ. ചെന്ന് നമുക്ക് അവിടെ നിന്ന് ഒരു ഡീറ്റെയിൽ ബുക്ക്ലെറ്റ് കിട്ടിട്ടോ. കേരള സംസ്കാരത്തിൽ തുടങ്ങിയ അറിവിൻ്റെ കലവറ തന്നെയാണ് ഈ എക്സിബിഷൻ. കയറി ചെന്ന ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ശരിക്കും കടലിൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ഫീൽ ആയിരുന്നു. ടൂറിസം ഡിപ്പാർട്ട്മെന്റിനാണത്. അങ്ങനെ ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും അറിവിൻ്റെ കലവറ തുറക്കാനുണ്ട്. സ്റ്റാർട്ടപ്പിന്റെ ഒക്കെ ഒരുപാട് ടെക്നിക്കൽ സൈഡ് ഉണ്ടായിരുന്നു. ETLI ഫിംഗർ പ്രിന്റ് ഫോറൻസിക്കിന്റെ അനാലിസിസ് തന്നെ അവർ കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു ക്രൈം സീനിനെ പറ്റിയും ബ്ലഡ് അനാലിസിസിനെ പറ്റിയും ഒക്കെ അവർ പറഞ്ഞിരുന്നു കേട്ടോ. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഇതുപോലുള്ള വയർലെസ്സും അവർ കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ പലതരത്തിലുള്ള ബുള്ളറ്റ്സും വെപ്പൺസും ഒക്കെ അവിടെ ഒരുപാടുണ്ട് കേട്ടോ. അടുത്ത സ്റ്റോൾ നമ്മുടെ സ്വന്തം കുടുംബശ്രീ ജില്ലാ മിഷന്റെയാണ്. ഇവരൊരു അടിപൊളി ടോക്ക് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഏത് ടോക്കൺ വേണമെങ്കിലും എടുക്കാം. അതിനെപ്പറ്റി നമ്മൾ പ്രസംഗിക്കണം. അങ്ങനെ അതിനോടൊന്നൊരു ടോക്കൺ ഓഫ് ലവ് കിട്ടി. പിന്നെ അടുത്ത സ്റ്റോളുകളിലേക്ക് കയറാൻ തുടങ്ങി. ഏതൊക്കെ സ്റ്റോളിലേക്ക് നോക്കണമെന്ന് കൺഫ്യൂഷൻ. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. പിന്നെ പോയത് ഹെൽത്തിന്റെ സ്റ്റോളിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അവിടുന്ന് BP-യും HP-യും ഷുഗറും ഒക്കെ ടെസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എന്തുകൊണ്ടോ BP എനിക്ക് ഭയങ്കര കുറവാണ്. അങ്ങനെ പിന്നെ നേരെ പോയത് നമ്മുടെ സ്വന്തം MVD-യുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക്. നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. അവിടെയാണെങ്കിൽ കാർ ഡെമോയോ ഓടിക്കായിരുന്നു. ഞാൻ വിട്ടുകൊടുത്തില്ല, എന്തായാലും ഓടിച്ചു. അപ്പോൾ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി. ഒരു ടോക്കൺ ഓഫ് ലവ് വാങ്ങി അവിടെ നിന്ന് പോന്നു. പിന്നെ നമ്മുടെ ജയിലിന്റെ ഡെമോ ആയിരുന്നു. ജയിലിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി അവരുടെ മെനു കണ്ടപ്പോൾ ഞാൻ ശരിക്കും അന്താളിച്ച് പോയിട്ടോ. ഇത് ജലസേചന വകുപ്പിന്റെ ഡെമോ ആണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ട് ഏറെ സംരംഭവും ഹെൽപ്പ് ഡെസ്കിലൊക്കെ ഒന്ന് കയറിട്ടോ. പിന്നെ അതിനുശേഷം വീണ്ടും ഇതുപോലെ ആയുഷ് വകുപ്പ്, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഇങ്ങനെ കയറി പോയി വന്നു. ഡയറി ഫാമും ഫിഷറീസും ആനിമൽ ഡിപ്പാർട്ട്മെന്റും തുടങ്ങി എല്ലാത്തിൻ്റെയും ഡെമോ ഉണ്ട് ഇവിടെ. കൂടാതെ എഡ്യൂക്കേഷൻ, റവന്യൂ, കരിയർ, GST, SC/ST, സ്പോർട്സ്, എക്സൈസ് തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഇവിടെ ഉണ്ട് കേട്ടോ. അതിലുപരി നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പിന്റെയും സ്റ്റാൾ ഉണ്ടായിരുന്നു കേട്ടോ. ICDSന്റെ ഭാഗമായിട്ട് അമൃതം പൊടി, ചക്കക്കുരു കൊണ്ടൊക്കെ ഉണ്ടാക്കിയ നല്ല അടിപൊളി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊന്നും കൂടാതെ സ്റ്റോർ, സപ്ലിക്കോ, സഞ്ചരിക്കുന്ന റേഷൻ കട വരെ ഉണ്ടാവില്ല. കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും സ്റ്റാൾ ഉണ്ട് കേട്ടോ. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഇന്നത്തെ മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോളുകൾക്ക് പുറമെ ഇതുപോലെ ഒരുപാട് വൈവിധ്യമായിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. പച്ചക്കറി, ചെടികൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ ഒരുപാട് സ്റ്റോളുകൾ അവിടെ ഉണ്ട്. നൈറ്റ് അവിടെ ഡോഗ് ഷോ ഉണ്ടാവാറുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സ്റ്റേജാണ്. അവിടെ കുറേ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. കൂടാതെ വിഭവസമൃദ്ധമായ ഒരു ഫുഡ് കോർട്ട് തന്നെ അവിടെ ഉണ്ട്. കേരളീയനെ ഇത് ഒരിക്കലും മിസ് ചെയ്തിട്ടോ. കാണാത്തവരെ വേഗം പോയിക്കോ. 10ാം തീയതി വരെ നമ്മുടെ പാലക്കാട് സ്റ്റേഡിയത്തിൽ. അപ്പോൾ ബൈ.